ഇത് ശരിയാകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. ആൾ ഓൾറെഡി വേറെ എവിടെ പോയി ചെയ്ത് ചെറിയൊരു പണി കിട്ടി, അതങ്ങോട്ട് ഫ്ലോപ്പായി പോയി. ശരിക്കും എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ബാക്ക് പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ബാക്ക് പീസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വേറൊരാൾ ചെയ്തതിൻ്റെ ബാക്കി അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു ബാക്ക് പീസ് ഇത് ആദ്യമായിട്ടാണ്. ശരിക്കും എനിക്കിഷ്ടമല്ല അങ്ങനെ ചെയ്യാനായിട്ട്. അത് എന്തായി തീരുമെന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ സെറ്റാകുമെന്നോ ശരിക്കും വർക്കിന് ശേഷം മാത്രമേ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് വർക്കായിരുന്നു. ആൾ ഓൾറെഡി വേറെ എവിടെ പോയി ചെയ്ത് ചെറിയൊരു പണി കിട്ടി, അതങ്ങോട്ട് ഫ്ലോപ്പായി പോയി. അത് മൊത്തത്തിൽ സ്പ്രെഡായി. ആ ഒരു കോൺട്രാസ്റ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കോൺട്രാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ എന്ത് എലമെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ എലമെൻറ്റിനെ പുഷ് ചെയ്ത് ആളുകൾക്ക് വിസിബിൾ ഉള്ള രീതിയിൽ ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ കോൺട്രാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. റെഫറൻസ് ഉള്ള പോലെ സെയിം ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല. റെഫറൻസ് ഒന്നെങ്കിൽ നമ്മുടെ ഫോണിലോ അല്ല പേപ്പറിലോ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതൊരാളുടെ സ്കിന്നിൽ വരുമ്പോൾ ഉറപ്പായിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വേണം. ആ രീതിയിൽ വേണം നമ്മൾ ടാറ്റു ചെയ്യുമ്പോഴത്തേക്കും ഷെയ്ഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇത് ശരിയാകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. ശരിയാക്കി എടുത്തു. നമ്മളൊരു 3 സെഷൻ വെച്ചിട്ടാണ്, ഒരു 8 hours വരുന്ന 3 സെഷൻ, മൊത്തം ഒരു 24 മണിക്കൂർ മൊത്തം എടുത്തിട്ടുണ്ട് ആ വർക്ക് ചെയ്യാനായിട്ട്. ആള് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആള് ഓൾറെഡി എൻ്റെ അടുത്തുനിന്ന് ടാറ്റു ചെയ്തിട്ടുണ്ട്, പക്ഷേ വേറെ എവിടെയും പോയി ആൾക്കൊരു പണി കിട്ടിയതാണ്. ഒരു മഹാകാൾ ഹനുമാൻ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ ഒരു ഫുൾ ബാക്ക് വേണമെന്ന് പുള്ളിക്ക് പണ്ടോട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയ ഒരാൾക്ക് കൈ കൊടുത്തതാണ്. പക്ഷേ പണി പാളിപ്പോയി. ഞാൻ ആർട്ടിസ്റ്റിനെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല. നമ്മൾ വലിയ പീസുകൾ ചെയ്യുമ്പോൾ നമുക്ക് അഫ്കോഴ്സ് നമുക്ക് ആ വലിയ പീസുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയാലേ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫിനിഷിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പല ആളുകളും ടയർഡായി. ഞാനൊക്കെ എൻ്റെ ഫസ്റ്റ് ബാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തത് 2 ദിവസം കൊണ്ടിട്ടാണ്. വർക്കിൽ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കോൺട്രാസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഫുൾ പവറാണ്, ഫുള്ള് നിന്നങ്ങടിക്കുക, റെസ്റ്റില്ല, ബ്രേക്കില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്നൊരു മനുഷ്യൻ്റെ പുറത്താണല്ലോ. അപ്പം അവർക്ക് റെസ്റ്റ് വേണം. നമ്മളും ആവശ്യമുള്ള ടൈമിൽ കറക്റ്റായിട്ട് റെസ്റ്റ് എടുത്തോണം. എങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ് ആയെങ്കിൽ മാത്രമേ, അതായത് സ്ട്രെസ്ഡ് ആകുന്ന സമയത്ത് ഓഫ്കോഴ്സ് ബ്രേക്ക് എടുത്ത് ആ സെഷൻ നിർത്തി പിറ്റേ ദിവസം ചെയ്യുന്നതാണ് നല്ലത്. പെട്ടെന്ന് തീർക്കണം എന്നല്ല ഞാൻ പറയുന്നത്. 5 ദിവസം ഒക്കെ എടുത്ത് ഒരു ബാക്ക് തീർത്താൽ നല്ലതായിരിക്കും. ഒരു ദിവസം ഒരു 5-6 മണിക്കൂറൊക്കെ വർക്ക് ചെയ്ത് പയ്യെ ബ്രേക്ക് എടുത്ത് 5 ദിവസമൊക്കെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഞാൻ മാക്സിമം എടുത്തിട്ടുള്ളത് 3 ദിവസമാണ്. അതിൻ്റെ ഒരു വർക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ആ ഒരു 3 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഒരു വലിയ പീസൊക്കെ ചെയ്യുന്നതിനെക്കാട്ടും തന്നെ ഒരു ചെറിയ 2-3 ടാറ്റൂസൊക്കെ ചെയ്ത് ഒന്ന് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ആ ഒരു പെയിൻ, ഒരു ഡേ സെഷൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തൊരു വർക്കെങ്കിലും ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3 ദിവസത്തെ 4 ദിവസത്തെ 5 ദിവസത്തെ വർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പെയിൻഫുള്ളാണ്, അറിയാമല്ലോ. നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക ഒരു സ്റ്റേജിൽ നമ്മളെത്തും. ആ സ്റ്റേജിൽ പെയിൻ ഉണ്ടെങ്കിലും ആ പെയിൻ നമുക്കൊരു സുഖമായിട്ട് തോന്നുന്നൊരു, അങ്ങനെ അത്ര സുഖമല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമിലോട്ട് നമ്മളെത്തും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ മെയിനായിട്ട് നമ്മൾ വലിയ ടാറ്റൂസ് ചെയ്ത് പെയിൻ എടുക്കുമ്പോൾ നമ്മൾ മൈൻഡിൽ കൊണ്ടുവരേണ്ട സാധനം, ഓക്കെ, എനിക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിനെയാണ് എൻ്റെ ടാറ്റു ഏൽപ്പിച്ചിരിക്കുന്നത്. അയാൾ അത് ഭംഗിയായിട്ട് ചെയ്യും. ഓക്കെ, എനിക്ക് പെയിൻ എടുത്താലും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയാണ്. ഈ ഔട്ട്പുട്ട് ഇങ്ങനെ മൈൻഡിൽ കൊണ്ടുപോകണം. ആ ആർട്ടിസ്റ്റിൻ്റെ കൈ കൊണ്ട് അയാളുടെ ക്രിയേറ്റിവിറ്റിയിൽ വരുന്ന ആ ടാറ്റുവിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ മൈൻഡിൽ കണ്ടുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെയിനൊക്കെ കുറച്ചൊന്ന് റിലീഫ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബോഡി ഭയങ്കര ഹെൽത്തി ആയിരിക്കണം, ഭയങ്കര എനർജറ്റിക് ആയിരിക്കണം. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അറിയാലോ, ആൽക്കഹോൾ കാര്യങ്ങളൊന്നും പാടില്ല. നന്നായിട്ട് ഉറങ്ങുക, രാവിലെ വർക്ക് തുടങ്ങുന്നതിനെക്കാട്ടും പിന്നെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കണം. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോഴെല്ലാം നമ്മൾ ചെറുതായിട്ട് ഫുഡ് കഴിക്കണം. ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാൻ പറയുന്നുണ്ട്, ചെറിയ സ്നാക്സോ. നമ്മൾ ഈ എരിവുള്ള ഫുഡ് അല്ലെങ്കിൽ ഹീറ്റാകുന്ന ചിക്കൻ അങ്ങനത്തെ പരിപാടികളൊക്കെ, മുട്ട, അതൊക്കെ ഒഴിവാക്കുക. ചെറുതായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്ന സമയത്ത്. ആളുകൾ പറഞ്ഞു വർക്ക് തീർത്തിട്ടേ കഴിക്കത്തുള്ളൂ. ഒരുപാട് അങ്ങനെ രാവിലെ തുടങ്ങി രാത്രി വരെ അങ്ങനെ തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. അങ്ങനെ ചെയ്ത് എൻ്റെ ഹെൽത്ത് മോശമായിട്ടുണ്ട് നല്ല രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരു നാൾ അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ടാറ്റു ചെയ്യാനായിട്ട് പറ്റുന്നത്. ഞാനിങ്ങനെ ടൈമൊക്കെ വെച്ച് ടാറ്റു ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള മൂഡിൽ. അത് മനോഹരമായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഹെൽത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ ബ്രേക്കൊക്കെ എടുത്ത് നല്ല രീതിയിൽ ചെയ്യാമെങ്കിൽ അടിപൊളിയാണ്. ആർട്ടിസ്റ്റിനും ആവശ്യമുണ്ട്, സെയിം ടൈമിൽ ആർട്ടിസ്റ്റിനും ആ ബ്രേക്ക് ആവശ്യമുണ്ട്.
ടാറ്റു ചെയ്യുമ്പോൾ ഒരു 1 hour കൂടുമ്പോൾ ബ്രേക്ക് എടുക്കുക, വെള്ളം കുടിക്കുക, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുക, പിന്നെയും കയറുക, അങ്ങനെ ചെയ്താൽ ഒരു 8 hours. ഒരു 8 hours ആണ് ഒരു ഹെൽത്തി സെഷനായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു 6 to 8 hours. ടാറ്റു ചെയ്ത് കഴിഞ്ഞ് വൈകിട്ട് കിടന്ന് നന്നായിട്ട് ഉറങ്ങണം, ഫുൾ ഉറങ്ങണം. ഉറങ്ങി നന്നായിട്ട് ബോഡിയൊക്കെ ഹൈഡ്രേറ്റ് ചെയ്ത് പിറ്റേ ദിവസം കയറിയാൽ വലിയ ക്ഷീണമില്ലാതെ പോകാം. അപ്പോൾ നമ്മൾ വലിയ പീസുകൾ ചെയ്യുമ്പോഴത്തേക്കും വലിയ പീസുകൾ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത് തന്നെ പോകണം. അവർക്ക് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഇന്നൊരു ടൈമിൽ തീർക്കാൻ പറ്റും, അല്ല ഇന്ന രീതിയിൽ അതിനെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ടാറ്റു ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അവർക്കൊരു ക്യാൻവാസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്ന് ലേൺ ചെയ്യാനും അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ വേണമെങ്കിൽ സ്കിന്ന് കൊടുത്തു, കുഴപ്പമില്ല. ഞാനും ഒക്കെ അങ്ങനെ കുറേ സ്കിന്നൊക്കെ കിട്ടിയിട്ട് സെറ്റായി വന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകളും വലിയ പീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ അവർക്ക് ഒരുപാട് വലിയ ടാറ്റൂസ് ചെയ്യണമെന്നുണ്ട്, ഈ ഫുൾ ബാക്ക്, ഫുൾ സ്ലീവ്. പക്ഷേ ഇതിന് ഇത്രയും ടൈം മെനക്കെടണം. എൻ്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റ് പറയുന്നുണ്ട്, ഒരു 3 ദിവസം നിങ്ങളിത് എങ്ങനെ ചെയ്യുന്നു ഈ വർക്കൊക്കെ? ഞാനൊരു 2 ദിവസം അടുപ്പിച്ച് ഒരു സെഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ക്ഷീണമാണ്, പിന്നെ പിറ്റേ ദിവസം ഞാൻ പൊങ്ങത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ്. നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീൽ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ വർക്കിൻ്റെ ഔട്ട്പുട്ട് അത് എങ്ങനെ വരും, എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കുക എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ആൾ ഫോണിൽ ഫോട്ടോ അയച്ചുന്ന സമയത്ത് ഞാൻ കരുതിയത് ഓക്കെ ഹനുമാൻ ഓക്കെ ആയിരിക്കും, മഹാകാൾ ശിവൻ്റെ ആ ക്യാരക്ടർ ചെയ്താൽ മാത്രം മതി എന്നുള്ള മൂഡിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാനൊരു 2 സെഷനിൽ തീരും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നേരിട്ട് ആ ടാറ്റു കണ്ടപ്പോഴത്തേക്കാണ് അത് മൊത്തവും അലമ്പായിട്ടിരിക്കുന്നത്. പിന്നെ അതുകൂടെ റെഡിയാക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ മൊത്തം 3 സെഷൻ എടുത്തു ഈ വർക്ക് ചെയ്യാനായിട്ട്. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒരു 40% റിയലിസം എൻ്റെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റൈൽസൊക്കെ ഞാൻ ചെയ്തേക്കുന്ന സ്റ്റൈലൊക്കെ എൻ്റെ ഓൺ സ്റ്റൈൽ തന്നെയാണ്. സ്ട്രിപ്ലിംഗ്, ബോൾഡ് ലൈൻ, പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് ബയോ ഓർഗാനിക് ടെക്സ്റ്റേഴ്സ്, അങ്ങനെ എൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ എൻ്റെ എല്ലാ വർക്കിലും കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കും. എൻ്റെ അടുത്ത് എൻ്റെ ക്ലയൻസൊക്കെ അത് ആഗ്രഹിക്കാറുമുണ്ട്. എല്ലാവരും ഇല്ല, കുറച്ച് ആളുകൾ. അപ്പം അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഉറപ്പായിട്ട് ഒരു ടാറ്റുവിനെ യൂണീക്ക് ആകാനായിട്ട് ഞാൻ നോക്കും. ഭയങ്കര മനോഹരമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആൾ ഒരുപാട് ഹാപ്പിയായി. ആളുടെ ഒരുപാട് നാളത്തെ ഡ്രീമായിരുന്നു ഇങ്ങനത്തെ ഒരു ടാറ്റു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ 10ാമത്തെ ബാക്കാണിത്. 10ാമത്തെ ബാക്ക് ടാറ്റു എന്ന് പറയാം. ഓരോ ബാക്ക് പീസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്നുവെച്ചാൽ ലാർജ് ടാറ്റൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി അനാട്ടമി, ബോഡി ഫ്ലോ, ആഫ്റ്റർ ഹീലിംഗ് ഉള്ള റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര ടൈമിൽ വർക്ക് തീർക്കാൻ പറ്റുന്നുള്ള ടൈമിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വലിയ വലിയ ടാറ്റൂസ് ചെയ്യുമ്പോൾ പഠിക്കാനായിട്ട് പറ്റും. പിന്നെ വലിയ കുറച്ച് ടാറ്റൂസ് നമ്മുടെ പ്രൊഫൈൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം അത് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്ത ഫീലാണ്. ഞാൻ ചെയ്ത ടാറ്റൂസ് തന്നെ അതിൻ്റെ റീൽസോ ഫോട്ടോയോ ഒക്കെ എടുത്തിട്ട് ഞാൻ റിപ്പീറ്റായിട്ട് കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതൊരു ചെയ്തിട്ടുള്ള ബാക്ക് ടാറ്റൂസ് ചെയ്തിട്ടുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒരുമിച്ചൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ കുറേ ഫുൾ ബോഡി ക്യാൻവാസുകൾ ചെയ്യാം. ഇൻ ഫ്യൂച്ചർ ടാറ്റു ഫുൾ ബോഡി എന്നുള്ള കൺസെപ്റ്റിലേക്ക് കുറേ ആളുകൾ വരും ഇൻ ഫ്യൂച്ചർ. അപ്പം നമ്മൾ ലാർജ് പരിപാടി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ യൂണീക്ക് സ്റ്റൈൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ആവശ്യം വരും. ചിലരൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ ഫുൾ അവരുടെ സ്റ്റൈലിൽ തന്നെ ബോഡി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൂഡിൽ വരുന്നൊരു സമയം വരും. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ക്യാൻവാസ്, എൻ്റെ വലുതായിട്ടുള്ള ക്യാൻവാസിനെ എല്ലാം നിർത്തി അതിൻ്റെ നടുക്ക് എനിക്കിതൊരു ഫോട്ടോ എടുക്കണം. എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾ. മഹാകാൾ വിത്ത് ഹനുമാൻ, നൈസൊരു കോമ്പിനേഷനാണത്. ഈ ക്യാരക്ടറുകൾ രണ്ടും ഭയങ്കര പവർഫുൾ ക്യാരക്ടറുകളാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള 2 ക്യാരക്ടറുകളാണ് ഇവർ രണ്ടുപേരും. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ശിവ ടാറ്റൂസൊക്കെ.